ഹായ് കൂട്ടുകാരെ, ഇത് നമ്മുടെ വീട്ടുപറമ്പിലെ പ്ലാവാണ് കേട്ടോ. ഇതിലാദ്യമായി ഉണ്ടായ ചക്കയാണ്. ഇത് പാകമായോ എന്നറിയില്ല, നമുക്കൊന്ന് പറിച്ചെടുക്കാം. അങ്ങനെ ഒരു ചക്ക പറിച്ചു. ഇനി നമുക്ക് ഇതിനെ കഷ്ണങ്ങളാക്കി അതിൻ്റെ ചുളയൊക്കെ എടുക്കാം. നന്നായി പാകമായില്ല, കുറച്ചുകൂടി പാകാവാനുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചക്കച്ചോളയൊക്കെ എടുത്ത് പാത്രത്തിലാക്കി. ഇനി ഇതിലേക്ക് കുറച്ച് ചക്കക്കുരു കൂടി ചതച്ചിടാം. ഇന്ന് അമ്മയുടെ പാചകമാണ് കേട്ടോ. അമ്മ വെച്ച ചക്കയ്ക്ക് നല്ല രുചിയാണ്. ആ രുചി ഞാൻ വെച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് അമ്മയെ ഏൽപ്പിച്ചു. അങ്ങനെ എടുത്തു വെച്ച ചക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അടുപ്പത്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. വെള്ളം കുറച്ച് കുറഞ്ഞതുകൊണ്ട് വീണ്ടും കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇടാനുള്ള തേങ്ങ റെഡിയാക്കി വെച്ചു. താളിക്കാൻ വേണ്ടി 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി കൂടി ചതച്ചെടുക്കും. അപ്പോഴേക്കും ചക്ക വെന്ത് കഴിഞ്ഞു. ചതച്ച് വെച്ച വറ്റൻമുളകിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഉഴുന്നുപരിപ്പും കൂടി ചേർക്കും. ഇതിലേക്ക് എണ്ണയും കടുകും ചേർത്തു. ഇനി വേവിച്ച ചക്കയിലേക്ക് അല്പം തേങ്ങ ചേർക്കുക. നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് അടുപ്പത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതിലേക്ക് കടുക് താളിച്ചിട്ടു. അങ്ങനെ ചക്ക റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.